യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഈ ദിവസം ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ, പ്രാർത്ഥിക്കാൻ ദൈവം നമുക്ക് നൽകുന്ന നല്ല അവസരത്തിനും സമയത്തിനും സാഹചര്യങ്ങൾക്കും എല്ലാം നമുക്ക് നന്ദി പറയാം. ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് ആ ഒരു ആത്മീയ കുടക്കീഴിൽ ആയിരിക്കുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ തണലിലാണ് നാം ഉള്ളത്. ദൈവത്തിൻ്റെ ശക്തിയുടെ അനുഭവം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങുകയാണ്. ഓരോ വിഷയങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വർഷത്തിൻ്റെ സമാപന ദിവസങ്ങളിലേക്ക് വരുവാണ്. പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രാർത്ഥനയോടെ പ്രവേശിക്കുകയാണ്. ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട്. 2025 എന്ന വർഷത്തിൽ 3 നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം. ഈ പുതിയ വർഷത്തിൽ ഈ 3 കാര്യങ്ങൾ ദൈവാനുഗ്രഹമായി എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണം. അതിനുവേണ്ടി 2025 എന്ന വർഷത്തിന് വേണ്ടി ആ വർഷം എനിക്കൊരു അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുവാണ്. അതിനൊരുക്കമായി ജനുവരി 1, 2, 3 ദിവസം ഇന്ത്യൻ സമയം 5:30 3 നിയോഗങ്ങൾക്ക് വേണ്ടി നിയോഗ പ്രാർത്ഥന നടത്തുന്നുണ്ട്. സാധ്യമായ എല്ലാവരെയും അറിയിച്ച് സാധിക്കുന്നിടത്തോളം ആളുകൾ പങ്കെടുത്ത് ദൈവത്താൽ അനുഗ്രഹം പ്രാപിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് അനുഗ്രഹമുള്ള ഒരു ദൈവവചനം ശ്രദ്ധിക്കുകയാണ്. ആമോസ് പ്രവാചകൻ്റെ പുസ്തകം, ആമോസിൻ്റെ പുസ്തകം 9-ാം അധ്യായം 11-ാമത്തെ വാക്യമാണ്. ഈ വചനത്തിലൂടെ, ഈ വചനം എന്നോട് സംസാരിക്കുന്ന വചനമാണ്. ഈ വചനത്തിലൂടെ ദൈവം എൻ്റെ ജീവിതത്തിലേക്കാണ് ഇറങ്ങി വരുന്നത്. എൻ്റെ സാഹചര്യങ്ങളോടാണ് എൻ്റെ ദൈവം സംസാരിക്കുന്നത്. വിശ്വാസത്തോടെ കേൾക്കാം. 11-ാമത്തെ വാക്യം. അന്ന് ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ ഞാൻ ഉയർത്തും. ആ വാക്യത്തിനകത്ത് ഒരു സിറ്റുവേഷനുണ്ട്, ഒരു അവസ്ഥ. വീണുപോയ കൂടാരം, തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന കൂടാരമല്ല, വീണുപോയതാണ്, തകർന്നു പോയതാണ്, പൊട്ടിപ്പോയതാണ്, പൊളിഞ്ഞു പോയതാണ്, കേടുപാടുകൾ പറ്റിയതാണ്, ചതഞ്ഞതാണ്. അതാണ് സിറ്റുവേഷൻ, പ്രസന്റ് സിറ്റുവേഷൻ അതാണ്. ആ സിറ്റുവേഷനെ നോക്കി ദൈവത്തിൻ്റെ വാക്കു പറയുവാണ്, അന്ന് വീണുപോയ ആ കൂടാരത്തെ ഞാൻ ഉയർത്തും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സിറ്റുവേഷൻ ഇന്നെന്താണ്? എവിടെയാണ് നിങ്ങൾ? വീണുപോയ നിലയിലാണോ? തകർന്നു പോയ നിലയിലാണോ? പരാജയപ്പെട്ടു പോയ നിലയിലാണോ? സങ്കടമുള്ളൊരു നിലയിലാണോ? ദൈവവചനം പറയുന്നു, ഇന്നത്തെ ആ സാഹചര്യം കണ്ട് നാളെയും അടുത്ത നാളെല്ലാം ഇങ്ങനെ ആയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഡൗൺ ആകാനല്ല, ആ വീണുപോയ അവസ്ഥയിൽ നിന്ന്, വീണുപോയ സാഹചര്യത്തിൽ നിന്ന് ദൈവം നിന്നെ ഉയർത്തുമെന്നാണ്. പാപത്തിൽ വീണുപോയവർ, തെറ്റായ ബന്ധത്തിൽ വീണുപോയവരുണ്ട്. ചിലരെയൊക്കെ അന്ധമായി വിശ്വസിച്ച് ചതിക്കപ്പെട്ട് ചതിയിൽ വീണുപോയവരുണ്ട്. പണം ചതിക്കപ്പെട്ടു പോയ സാഹചര്യമുണ്ട്. സ്ഥലം പോയവർ, ഭാവി പോയവർ, ആരോഗ്യം നഷ്ടമായവർ, പലതിലും ചെന്ന് വീണുപോയവരുണ്ട്. കുടുംബജീവിതം തകർന്നു വീണുപോയ പോലുണ്ട്. മക്കൾ ചില ചതിക്കുഴി ചെന്ന് വീണുപോയതിൽ ദുഃഖം അനുഭവിക്കുന്നവരുണ്ട്. എവിടെയാണ് നിങ്ങൾ വീണുപോയത്? ദൈവവചനം പറയുന്നു, ആ വീണുപോയ ഇടത്തുനിന്ന് ദൈവം നിന്നെ ഉയർത്തും. തീർന്നില്ല, അടുത്ത വാക്യം. കേടുപാടുകൾ തീർക്കും. കേടുപാടുകൾ. അപ്പോൾ ആ വീഴ്ചയിൽ ചില കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. എന്താണ് നിനക്ക് പറ്റിയ കേടുപാടുകൾ? ഒരുപക്ഷെ എങ്ങനെ ഞാൻ അവരുടെ മുമ്പിൽ നോക്കും, എങ്ങനെ നാട്ടിൽ ജീവിക്കും, ഇനി എനിക്കൊരു നല്ല ഭാവിയുണ്ടോ? എവിടെയൊക്കെയോ ജീവിതത്തിന്, ഭാവിക്കൊക്കെ ഏറ്റ ചില കേടുപാടുകൾ കൊണ്ട് പലരും ഡൗൺ ആയവരുണ്ട്, ഡിപ്രഷനായവരുണ്ട്, തകർന്നു പോയവരുണ്ട്, വല്ലാതെ പരാജയപ്പെട്ടു പോയവരുണ്ട്. പക്ഷെ വചനം പറയുക, നിന്റെ കേടുപാടുകൾ ദൈവം തീർത്ത് പഴയ കാലത്തെന്ന പോലെ നിന്നെ ഞാൻ വീണ്ടും പണിതുയർത്തും. ഒരു നല്ല പ്രൗഢിയിലേക്ക്, നന്മയിലേക്ക്, അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്നൊരവസ്ഥയിലേക്ക് ദൈവം കേടുപാടുകൾ തീർത്തു നിന്നെ പണിതുയർത്തും. ആരുമാകട്ടെ, എവിടെയാണ് ചില കേടുപാടുകളുള്ളത്? കേടുപാടുകളാ നമ്മുടെ മനസ്സിൻ്റെ വേദനകൾ. ജീവിതത്തിൽ സംഭവിച്ച ചില കേടുപാടുകളാ നമ്മുടെ ദുഃഖം, വേദന, നമ്മുടെ മനസ്സിനകത്തെ വിങ്ങുന്ന അനുഭവമൊക്കെ ആ കേടുപാടുകളെ ഓർത്താ ദൈവം ആ കേടുപാടുകളെ പരിഹരിക്കും.
പ്രിയപ്പെട്ടവരെ, 2025 എന്ന വർഷത്തിൻ്റെ ആദ്യത്തെ 3 ദിവസം നിയോഗത്തോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. ദൈവം ചില കേടുപാടുകൾ മാറ്റും. ദൈവം കേടുപാടുകൾ മാറ്റി നിന്നെ അത്ഭുതകരമായി പണിതുയർത്തും, അത്ഭുതകരമായി പണിതുയർത്തും, അത്ഭുതകരമായി നിന്നെ ഉയർത്തി നിർത്തും. അതല്ലേ ഈ വചനം പറഞ്ഞത്, അന്ന് ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ. അങ്ങനെയെങ്കിൽ എല്ലാവരും ഒന്ന് വിശ്വസിച്ച്, എൻ്റെ ഇന്നത്തെ തകർച്ചയിൽ നിന്ന് ദൈവം പടുത്തുയർത്തും. എൻ്റെ സാമ്പത്തിക തകർച്ച, ജീവിതത്തിൻ്റെ തകർച്ച, എൻ്റെ കുടുംബക്കാരുടെ മുമ്പിൽ എനിക്ക് നോക്കാൻ പറ്റുന്നില്ല, അവരെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ മാതാപിതാക്കളുടെ മുമ്പിൽ പോലും എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഞാൻ ആകെ ഡൗണായി, എൻ്റെ ഇതുപോലെ ഞാൻ തകർന്നിട്ടില്ല, ഇതുപോലെ ഞാൻ വേദനിച്ചിട്ടില്ല, ഇതുപോലെ ഞാൻ വിഷമിച്ചിട്ടില്ല. തകർന്നു പോയ അവസ്ഥയെ നോക്കിയിട്ടാണോ? പുതിയ വർഷം നിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാരണമാകട്ടെ. പുതിയ വർഷം നിൻ്റെ അനുഗ്രഹത്തിന് കാരണമാകട്ടെ. ഈ ദിവസം ചില നന്മകൾ അനുഭവിക്കാൻ കാരണമാകട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവർ, നിങ്ങളെല്ലാം 2025 ജനുവരി മാസം 1, 2, 3 ആ തീയതികളിലെ നിയോഗ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇന്നു മുതൽ കുടുംബത്തിലൊന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഒരു നേരത്തെ ഉപേക്ഷിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. നിങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ ശുശ്രൂഷ അനുഗ്രഹമാകാൻ, ആ സമയം അനുഗ്രഹമാകാൻ എല്ലാം ഒന്ന് പ്രാർത്ഥിക്കണം. അതൊരു അനുഗ്രഹമാണ്. ഈ 2025 എന്ന പുതിയ വർഷത്തിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ട 3 കാര്യങ്ങൾക്ക് ആദ്യ ദിവസം തന്നെ പ്രാർത്ഥിക്കുവാണ്. ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ ദൈവം ഉയർത്തും. പഴയ കാലത്തെന്ന പോലെ കേടുപാടുകൾ നീക്കി പണിതുയർത്തും. വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ, ജീവിത സാഹചര്യങ്ങളിൽ, ആരോഗ്യത്തിൽ, തലമുറയിൽ, കുടുംബ ജീവിതത്തിൽ, ശുശ്രൂഷകളിൽ, സമർപ്പണ ജീവിതത്തിലെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ദൈവം നിന്നെ പണിതുയർത്തട്ടെ. ആത്മീയമായും ഭൗതികമായും ദൈവം നിന്നെ പണിതുയർത്തട്ടെ. സകല നന്മകളാലും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സമൃദ്ധിയായ നിലയിലും അളവിലും അനുഗ്രഹിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും ദൈവം നിനക്ക് തരട്ടെ. നിന്റെ സാഹചര്യങ്ങൾ അനുഗ്രഹമുള്ളതാകട്ടെ. നീ രക്ഷപ്പെടും. ദൈവത്താൽ നീ അനുഗ്രഹിക്കപ്പെടും. ദൈവത്താൽ നിന്റെ ജീവിതം മാറും. നീ സന്തോഷവും സമാധാനവും അനുഭവിക്കും. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ചേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സാധ്യമായ എല്ലാവർക്കും ഈ വചനം അയച്ചു കൊടുക്കണം, ഷെയർ ചെയ്യണം. ഒരാൾ വചനത്തിലൂടെ അനുഗ്രഹിക്കപ്പെട്ടാൽ അതൊരു നല്ല കാര്യമാണല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. നാളെയും 5:30 ഒരുമിച്ച് നമുക്ക് കാണാം. ഒരുമിച്ച് കാണുന്നതുവരെ ഉള്ളം കയ്യിലെന്ന പോലെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.